ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഫാമിലി ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ബ്രദറിന് ചെറിയ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ലോങ് ട്രിപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കക്കാടംപൊയിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പോയിട്ട് ഇന്ന് തന്നെ വരാനുള്ള പ്ലാൻ ഒന്നുമില്ല കേട്ടോ. അവിടെ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് നാളെയാണ് നമ്മൾ റിട്ടേൺ. അപ്പോൾ നമ്മൾ സാറ്റർഡേ ഒരു ഉച്ചക്കായപ്പം പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. റിസ്വാൻക്ക് രാത്രി അങ്ങോട്ട് എത്തുന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രദറും ഫാമിലിയും നേരെ അങ്ങോട്ട് പോയി. പിന്നെ സിസ്റ്ററും ഫാമിലിയും ഈ ട്രിപ്പിൽ ഇല്ല കേട്ടോ. അവർക്ക് എന്തോ കല്യാണമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റൂല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഓരോരുത്തരെ 1 by 1 ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ബേക്കറിയിൽ നിർത്തിയതായിരുന്നു കേട്ടോ, കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊരു ചായ കുടിയിലാട്ടോ അവസാനിച്ചത്. ആ ബേക്കറിൻ്റെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും അവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാം. പിന്നെ കക്കാടംപൊയിലേക്ക് നമുക്ക് ഇവിടുന്ന് ആകെ ഒരു 1.5 മണിക്കൂറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ചെയ്ത് സാവധാനം പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഓരോരുത്തർക്ക് ഓരോ പ്രിഫറൻസ് ആട്ടോ. ഒരാൾക്ക് ലൈറ്റ് ചായ, ഒരാൾക്ക് സ്ട്രോങ് ചായ വിത്തൗട്ട്, പിന്നെ സ്ട്രോങ് ചായ മധുരം കുറവ്, നോർമൽ ചായ, അങ്ങനെ പല പല പ്രിഫറൻസസ് ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ കയറി അത്യാവശ്യം കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചപ്പോഴാണ് അവിടെ നമ്മൾ വേറെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്നാക്സ് കണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ചായ കുടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ പരിചയപ്പെടുത്തലേക്ക് കിടക്കാം. ഇത് ഞാനാട്ടോ, ഇത് എൻ്റെ ഉമ്മാണ്. പിന്നെ ഇപ്പം എണീറ്റ് പോയ ആൾ നമ്മളുടെ ഡ്രൈവറാണ് മജീദ് അങ്കിളിനെ കുട്ടികൾക്കൊക്കെ വലിയ കാര്യമാട്ടോ. അവരുടെ ഒരു വൈബിന് ഏകദേശം സെറ്റ് ആവുന്ന ഒരാളാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആളാണ് എൻ്റെ ഉപ്പക്ക് ശരിക്കും പറഞ്ഞ ഒരു ദിവസം 24 മണിക്കൂറൊന്നും തികയാറില്ല. കാരണം ഉപ്പ ഭയങ്കര വർക്കഹോളിക്കാണ്. ഉപ്പ ഏകദേശം എനിക്കറിയില്ല 30 35 വർഷം 40 വർഷമൊക്കെ ദുബായിലായിരുന്നു. ദുബായ് എന്ന് പറഞ്ഞാൽ അബുദാബിയിലായിരുന്നു. അപ്പോൾ അബുദാബിയിലൊരു ജാപ്പനീസ് കമ്പനിയിലായിരുന്നു ഉപ്പൻ്റെ ജോലി. അപ്പോൾ ഈ ജാപ്പനീസ് കമ്പനിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ചിട്ടാവട്ടങ്ങളും, പിന്നെ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണല്ലോ. അപ്പോൾ ആ ഒരു നേച്ചറൊക്കെ ഉപ്പാക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അതുപോലെ നമ്മൾ എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും ഉപ്പ അതിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷനിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ കാണുന്നത് ഉപ്പൻ്റെ ഈ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഉപ്പൻ്റെ ജോലിയിൽ മാത്രമല്ല കേട്ടോ, ഉപ്പക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് വെക്കണം. പിന്നെ ഓരോരുത്തർ ഓരോ ജോബ് അവർക്ക് പറ്റുന്ന ജോബ് ഏറ്റെടുക്കുക, അത് കറക്റ്റായിട്ട് നമ്മൾ തന്നെ ചെയ്യുക. അതിനൊരു പ്രായമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. നമ്മളൊക്കെ സാധാരണ വിചാരിക്കില്ലേ, ചെറിയ മക്കളല്ലേ, അവർക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ, അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റൊന്നും അല്ല കേട്ടോ ഉപ്പാക്കുള്ളത്. നമ്മളെ പ്രായത്തിനൊത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് എപ്പോഴും ഉപ്പാക്ക്. അപ്പോൾ ഉപ്പാൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഉപ്പാൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല കേട്ടോ, അത് അത്രയുണ്ട്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ റിസോർട്ട് എന്ന് പറഞ്ഞാലും അതൊരു വില്ല സ്റ്റൈലിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മളൊരു കോളനിയിലേക്ക് കയറുന്ന പോലെയാണ്. അവിടെ ഒരുപാട് വില്ലാസ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള റിസോർട്ടുകളാണ്. പല റിസോർട്ടുകളും പലരുമാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രി പോയിന്റിൽ ഗോൾഡൻ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗേറ്റ് ഉണ്ട്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് റിസോർട്ടുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പലതും പല ടൈപ്പാണ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട് ഇതാണ് കേട്ടോ, ദി കബയാൻ റിസോർട്ട്സ്. ശരിക്കും എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ റിസോർട്ടിൽ പോയി നിൽക്കുക, എന്നിട്ട് അതൊക്കെ ഫണ്ണാട്ടോ. ഫാമിലി ഇങ്ങനെ ഒരുപാട് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു വീട്ടിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനതത്ര എൻജോയ് ചെയ്യൂല. എനിക്ക് എൻ്റെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പല പല സ്ഥലങ്ങളും പിന്നെ പല പല രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നും യാത്ര ചെയ്തും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാട്ടോ ഇഷ്ടം. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 സൂട്ട് റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂംസ് ആയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും ചെറിയ മോള് അമ്ര. അപ്പോൾ അമ്ര എന്നെ ഒരു റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. കയറിയ ഉടനെ തന്നെ നമുക്ക് ചെറിയൊരു ഡൈനിങ് ഏരിയ, അതുപോലെ ചെറിയൊരു സോഫ ഉണ്ട്. പിന്നെയാണ് നമ്മൾ റൂം വരുന്നത്. റൂം കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡാണ്. പിന്നെ ഇതുപോലെ നല്ലൊരു ഡബിൾ കോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല നീറ്റ്, ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നല്ലൊരു ബാൽക്കണി ഉണ്ട്. അവിടെയും അതുപോലെ 2-3 ചെയർസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായി. ഞാൻ യൂഷ്വലി ഇങ്ങനെ റിസോർട്ട്സിലൊന്നും വന്ന് സ്റ്റേ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടേക്ക് ഏതൊക്കെ റിസോർട്ട്സൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ബാൽക്കണി. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അപ്പുറത്തേക്ക് നോക്കി നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. പിന്നെ ഇതാണ് നമ്മളെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഇതാരാന്നറിയണ്ടേ? ഇതാണ് ഖദീജ അസ്സ. ഇതെൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ. ആള് 5th പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 5 ആളതിൽ മേ ബി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആള് അസ്സ ആയിരിക്കും. മാഷാ അല്ലാഹ്, ആള് ഭയങ്കര എനർജറ്റിക് ആണ്. അത് മാത്രമല്ല ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. എവിടെ പോയാലും എന്തെങ്കിലും ഒരു പരിക്കായിട്ട് വരുന്ന ആൾ അസ്സ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എസ്പെഷ്യലി കുട്ടികൾക്ക്. കാരണം സൂട്ട് റൂം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓടി കളിച്ച് നടക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ മറ്റേ സൂട്ട് റൂമും വരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:30-5 മണിയായി കാണും. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇവരെല്ലാവരും പൂൾ എവിടെയാണെന്ന് തിരഞ്ഞ് നടക്കുക കേട്ടോ. അപ്സ്റ്റെയറിൽ പോയപ്പം അവിടെ ഒരു വലിയ ഹോളാണ്, അല്ലാണ്ട് അവിടെ പൂളൊന്നും കാണുന്നില്ല. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ പൂളിന് അത്ര വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഓരോ ഫാമിലിക്ക് ഓരോ ടൈമിങ്സ് ആണ് കേട്ടോ തരിക. ഇവിടെ കാണുന്ന ഒരു 2-3 റിസോർട്ടിന് ഈ ഒരൊറ്റ പൂളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂൾ കൺജസ്റ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു 2 hours ടൈമിംഗ് തരും. അപ്പോൾ നമ്മളെ ടൈം 5 to 7 ആയിരുന്നു. അപ്പോൾ ഏകദേശം 4:45 ആയതുകൊണ്ട് തന്നെ 5 o'clock ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്ന ബിൽഡിങ്ങും ഒരു റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നല്ല രസമുള്ളൊരു ഊഞ്ഞാലും പിന്നെ കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനും ക്യാമ്പ് ഫയർ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അടിപൊളി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അത് എത്രത്തോളം ഈ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി വ്യൂ ആണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ. നല്ലൊരു കാലാവസ്ഥ ആണ്, ചൂടേ ഇല്ല, എന്നാലോ ഭയങ്കരമായ തണുപ്പുമില്ല, ഒരു ഭയങ്കര നോർമലായിട്ടുള്ളൊരു തണുപ്പും. അപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. മക്കളൊക്കെ പൂളിലേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. വീട്ടിൽ നിന്ന് വരുമ്പം വീട്ടിലുള്ള എന്തെല്ലോ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ ചെറുതായപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു ടബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് പൂളിലേക്ക് പോകാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മളെ മജീദെങ്കിൽ നമ്മളെല്ലാവരും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് കാലിക്കറ്റിലേക്ക് തന്നെ പോവാണ് കേട്ടോ. കാലിക്കറ്റിലേക്ക് പോയിട്ട് വണ്ടി റിസ്വാൻഖൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് രാത്രി റിസ്വാൻക വണ്ടി എടുത്തിട്ട് നമ്മളടുത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ പൂൾ ഏരിയ. വലിയ പൂളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, പക്ഷേ മക്കൾക്ക് കളിക്കാൻ ഇത് ധാരാളമാണ്. ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ചെറിയ ഏരിയ ഒരു സൈഡിലുണ്ട്. പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ നീന്താൻ പറ്റിയ ഒരു ഏകദേശം ഒരു വലിയ ഏരിയ ഉണ്ട്. ഒരു നേരെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പൂളത്തെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെള്ളം കണ്ടാൽ പിന്നെ പിള്ളേർക്ക് തണുപ്പെന്നോ ചൂടെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവർ വെള്ളത്തിൽ ഇറങ്ങും. പിന്നെ കയറാൻ പറഞ്ഞാൽ കയറിയില്ല. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ മക്കളെ എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം ബ്രദറും ഉപ്പയൊക്കെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലക്ഷദ്വീപിൽ പോയി വന്നതിന് ശേഷം അവിടുത്തെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു അത്ര ക്ലിയർ അല്ലാത്ത വെള്ളം കണ്ടാലോ പിന്നെ അതിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അതിലേക്ക് ചാടാനോ ഒന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ മൂത്ത മോളെയും 2ാമത്തെ മോളെയും ഞാൻ അടിപൊളിയായിട്ട് സ്വിമ്മിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്ര ഏകദേശം ഒന്ന് പഠിച്ച് റെഡി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ലക്ഷദ്വീപിൽ പോയ സമയത്ത് അമ്ര ശരിക്കും എക്സ്പേർട്ട് സ്വിമ്മിങ് ആയിട്ടോ. ശരിക്കും സ്വിമ്മിങ് ഒക്കെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കണം കേട്ടോ. നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല ആ ഒരു സമയത്ത് വേറൊരാൾക്ക് നമ്മൾ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൂളിലാണല്ലോ സ്വിമ്മിങ് ഒക്കെ പഠിക്കുക.
പക്ഷേ ഈ പൂളിൽ പഠിച്ച കുട്ടികൾക്ക് കുളത്തിൽ വന്ന് നീന്തുമ്പോൾ അത്ര ഈസി ആയിരിക്കില്ല കേട്ടോ. പൂളത്തെ വെള്ളത്തിൻ്റെ pH ലെവലും കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. പക്ഷേ കുളത്തിലെ ആ ഒരു വെള്ളത്തിൻ്റെ pH ഒന്നും അത്ര മെയിൻറ്റെയിൻഡ് അല്ലല്ലോ. അത് നാച്ചുറലായിട്ട് ഇരിക്കുന്നതല്ലേ. അതിൽ പല ടൈപ്പ് ആൽഗെ, ഫംഗസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ഒരു തിക്കായിരിക്കും. അപ്പോൾ ആ വെള്ളത്തിൽ പൂളിൽ നീന്താൻ അത്ര ഈസി ആയിട്ട് നീന്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ കുളത്തിലൊക്കെ തന്നെ പഠിപ്പിക്കുകയാണെങ്കിലായിരിക്കും നല്ലത്. അപ്പം നമ്മളെ പിള്ളേരിതിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണിത്. എനിക്ക് 3 ഗേൾസ് ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന് 3 ബോയ്സ് ആണ്. അതിൽ ഏറ്റവും ചെറിയ ബേബിയാണിത്, 3ാമത്തെ ആളാണ്. ബേബീൻ്റെ പേര് അഫാൻ എന്നാണ്. അഫാന് എന്തോ ഇയർ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അഫാനെ വെള്ളത്തിലേക്ക് അത്ര അങ്ങോട്ട് ഇറക്കാത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഉപ്പയും ബ്രദറൊക്കെ അവരെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മെല്ലെ സ്ഥലം വിട്ടു. ഇരുട്ടാവുന്നതിന് മുന്നേ ഒന്നും കൂടെ ഈ റിസോർട്ടും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സ്ഥലത്ത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെറുതെ ഇവിടേക്ക് ഒന്ന് നടന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉമ്മ ഇവിടെ ഊഞ്ഞാലിൻ്റെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഉമ്മൻ്റെ കൂടെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോഴത്തേക്കിനും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റേയിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡിന്നർ എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്തതാണ്. നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ പറയാം, അവർ നമുക്ക് സെറ്റാക്കി തരും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ നല്ലൊരു കിച്ചൺ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിളും എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു, കുറച്ച് ചപ്പാത്തിയും. പിന്നെ നമ്മളെ കൂടെ കുട്ടികളാണല്ലോ മെജോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവും കാര്യങ്ങളൊന്നും തീരെ വേണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. അവിടെയുള്ള ആളുകളൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ഫുഡും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സെർവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ സറൗണ്ടിങ്സും അതുപോലെ ബിൽഡിങ്ങും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാളും എല്ലാം ഭയങ്കര നീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ വേറെ അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് 2 റൂം ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഈ ഒരു റൂമിനകത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ മക്കളെല്ലാവരും കൂടെ നല്ല ബെഡൊക്കെ ഇട്ടിട്ട് താഴെ കളിയും TV കാണലൊക്കെ ആയിട്ട് നല്ല ഹരമായിരുന്നു. രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ റിസ്വാൻക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റിസ്വാൻക്കുള്ള ഡിന്നർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാലിക്കറ്റ് ആണെങ്കിലും നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ റിസ്വാൻക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വഴിയിൽ. അതൊക്കെ കണ്ടപ്പോൾ റിസ്വാൻക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എത്തിയ ആളായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ റിസ്വാൻക്കിനെയും ഒന്ന് ഫുൾ കറങ്ങി കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ ഭയങ്കര വാവ് ഫാക്ടേഴ്സ് ഒന്നുമില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ നല്ല സ്ഥലമാണ്, നല്ല വൃത്തിയുള്ള, നമുക്കിതുപോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആ ഒരു വൈബാട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞാലും നമ്മൾ രാവിലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബേക്കറി 1 by 1 ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേലും അങ്ങനല്ലേ, കുട്ടികൾക്ക് വീട്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ബേബി മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ റിസ്വാൻക്ക് പറഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് നല്ല കോട ഉണ്ടായിരുന്നു, വന്ന് എനിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാട്ടോ. പക്ഷേ കോടയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. റോഡും പിന്നെ അവിടെ പരിസരങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഏതായാലും ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയി തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ വന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടപടിയാവണ കാര്യമില്ല. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ എണീക്കണം, നമുക്കൊരു ഡ്രൈവ് പോകണം, പിന്നെ പൂളിൽ കയറണം, അങ്ങനെയൊക്കെ കുറേ തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്ഷീണം കാരണം എങ്ങോട്ടും ഇറങ്ങിയില്ല കേട്ടോ. നല്ലോണം കിടന്നുറങ്ങി. ഞാൻ നല്ലോണം ഉറങ്ങി എന്നുള്ളത് എൻ്റെ മുഖത്ത് കാണാണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ടോട്ടലി ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി
അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെന്ന് പറഞ്ഞിട്ട് നമ്മളെ മുകളിലോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ഇവർക്ക് വലിയൊരു ഹാളുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ നല്ല മൈക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ മേ ബി നമുക്ക് ഈ ഒരു ഹോൾ ബിൽഡിംഗ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. ഏകദേശം 6 സൂട്ട് റൂം ഉണ്ട് ഈ ഒരു ഫുൾ ബിൽഡിങ്ങിൽ. അപ്പം നമുക്കായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മളുടെ നോർമൽ കേരള ഫുഡ് തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പം, ഇഡ്ഡലി, ഇടിയപ്പം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല കടലക്കറി, ചെറുപയർ കറി, സാമ്പാർ, അങ്ങനെ ചെറിയൊരു ബുഫേ സ്പ്രെഡ്. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ ബോയിൽഡ് എഗ്ഗും. ഇനി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ളവർക്ക് അപ്പുറത്തെ സൈഡിൽ ബ്രെഡും ജാമും പീനട്ട് ബട്ടറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വയറ് നിറയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഈ ബ്രെഡും പീനട്ട് ബട്ടറും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഐഷ അജ്വ. ഇതാണ് എൻ്റെ മൂത്ത മോള്. ആൾ 7th പഠിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏകദേശം പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും രാവിലെ പൂളിൽ കുറച്ചും കൂടെ ടൈം നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മക്കൾ പൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യണ പോലെയല്ലല്ലോ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ. എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തില്ലേന്നും പിന്നെ നമുക്ക് അലക്കാനുള്ളത് വേറെ പാക്ക് ചെയ്യലും, അങ്ങനെ അത് ശരിക്കൊരു ടാസ്ക് ആണല്ലോ. അപ്പം ഞാൻ ഓടിപ്പോയി എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് റെഡിയായി സമയത്തിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂഷ്വലി എവിടെ പോയാലും എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ അൺപാക്ക് ചെയ്യൂല ബാഗിൽ നിന്ന്. എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ബാഗിൽ നിന്ന് എടുക്കുള്ളൂ. നമ്മളിപ്പോൾ ഈ ഹോട്ടൽ റൂംസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അതിനകത്തേക്ക് വെക്കാറില്ല. കാരണം തിരിച്ച് വരുമ്പോൾ അത് എടുക്കാൻ മറക്കുമോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ ഒരു 3-4 ദിവസമൊക്കെ ആണെങ്കിൽ മേ ബി കബോർഡൊക്കെ യൂസ് ചെയ്യായിരിക്കും. പക്ഷേ ഇതുപോലൊരു 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ മാറ്റി വെക്കൂല. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവരും കൂടെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാവരും കൂടെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തത് പോകാനിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അഡ്വെഞ്ചർ പാർക്കിലേക്കാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു അഡ്വെഞ്ചർ പാർക്കിലേക്ക് പോകുന്നത്. ചെറുതായിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഡ്രീം വേൾഡ്, വണ്ടർലാ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒപ്പയും ഒരു കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളും കുറേ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴൊരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ സമയത്തിലും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. നല്ല സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല സർവീസുമാണ്, നല്ല നീറ്റാണ്, പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസുമാണ്. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഏകദേശം നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അഡ്വെഞ്ചർ പാർക്കിലെ അടിപൊളി വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇതുപോലെ തന്നെ നിങ്ങളും പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഏകദേശം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല റിസോർട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.